أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം, ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് എല്ലാ കാര്യങ്ങളിലും, നല്ല കാര്യങ്ങളിലെല്ലാം തടസ്സം. ഒരാളൊരു നല്ല എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടോ, അതിനെതിരായിട്ട് ചില ക്ഷുദ്രശക്തികൾ എങ്ങനെയെങ്കിലും അത് പാരവെച്ചില്ലാണ്ടാക്കുക, അല്ലെങ്കിൽ അവൻ്റെ ഉയർച്ചയെ എങ്ങനെയെങ്കിലും തടയുക എന്ന ലക്ഷ്യത്തോടെയും ദുരുദ്ദേശത്തോടെയും ആ വ്യക്തിയെ തളർത്തിയിടുക എന്നത്. ഈ തളർത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ആ മനുഷ്യനെ കൊണ്ട് ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ വേറെ വല്ല ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ പോലും ഒരു മനുഷ്യൻ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ അകത്തടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മ്ലേച്ഛമായ അസൂയ, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് മിക്ക ആൾക്കാരും, അത് കുടുംബക്കാരായാൽ, അയൽവാസികളായാൽ, സുഹൃത്തുക്കളായാൽ, ഓരോരോ മനുഷ്യനെയും പ്രയാസത്തിലേക്ക് കൊണ്ടിടുന്നത്. അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആ പ്രതിവിധി എന്താണെന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഇസ്മുകളിൽപ്പെട്ട 3 ഇസ്മുകളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഇസ്മായിട്ട് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് യാ മുഇസ്സു എന്ന ഇസ്മാണ്. രണ്ടാമത്തത് യാ റാഫിഉ. മൂന്നാമത്തത് ദുൽ ജലാൽ വൽ ഇക്റാം. ഈ 3 ഇസ്മുകൾ ചേർത്തുകൊണ്ട് ചെല്ലുന്ന ഒരു ദിക്റാണ്. ഇത് ചെല്ലേണ്ടത് 3 ദിവസം തുടർച്ചയായിട്ട് 300 പ്രാവശ്യം വീതം ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ച് നിങ്ങൾക്ക് ഒരു ആഫിയത്തുള്ള, ആരോഗ്യമുള്ള നല്ലൊരു ജീവിതം അല്ലാഹു തആല പ്രദാനം ചെയ്യും. അത് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ദിക്ർ ചൊല്ലേണ്ട രൂപം ഇങ്ങനെയാണ്: യാ മുഇസ്സു, യാ റാഫിഉ, യാ ദൽ ജലാൽ വൽ ഇക്റാം. അങ്ങനെ 300 പ്രാവശ്യം ചൊല്ലി